ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ക്ലോസറ്റ്. നമ്മുടെ ഒരു വീട്ടിൽ ഏറ്റവും പുറത്തൊക്കെ നമ്മൾ കൊടുക്കാറുള്ള ഇന്ത്യൻ ക്ലോസറ്റ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഫിറ്റിങ്ങിന് ഫ്ലഷ് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒറ്റ പീസായിട്ട് വരുന്ന ഇന്ത്യൻ ക്ലോസറ്റ് ആണ്. ആ ഒറ്റ പീസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്രാപ്പ് കാര്യങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ട്രാപ്പ് കാര്യങ്ങൾ. ഇനി അതല്ല, ചില ക്ലോസറ്റുകൾ വരുന്നുണ്ട്, ചില കമ്പനികളുടെ ബാത്തക്സ് പോലുള്ള കമ്പനികളുടെ ട്രാപ്പ് ഉൾപ്പെടെ വരുന്നുണ്ട്. അതായത് അതിൻ്റെ താഴെ കാണുന്ന ട്രാപ്പ് ഉൾപ്പെടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വേറെ സെപ്പറേറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഔട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് 4-5 പൈപ്പ് ഡയറക്റ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ അതിന് വരുന്ന ഫ്ലഷ് കാര്യങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് വേണ്ടി ഫ്ലഷിന് വേണ്ടിയിട്ടുള്ള ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലഷിന് വേണ്ടിയിട്ട് 1.25 പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ട് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇരുന്നതിന് ശേഷം നമ്മൾ ബാത്റൂം യൂസ് ചെയ്തിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ മുട്ടാത്ത രീതിയിലായിരിക്കണം ഫ്ലഷ് അറേഞ്ച് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ തലയിൽ ഫ്ലഷ് മുട്ടരുത്. അപ്പോൾ ആ ലെവലിൽ വേണം നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരുപാട് ബാക്കിലേക്ക് ക്ലോസറ്റ് വലിച്ചു വയ്ക്കാനും പാടില്ല. അന്ന് ഓവറായിട്ട് പുറത്തേക്ക് വരാൻ പാടില്ലാത്ത രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഇരുന്നിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തോ ഫ്ലഷ് മുട്ടാത്ത രീതിയിൽ, അതായത് ഫ്ലഷ് മുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടൈലിൻ്റെ ഫിനിഷിങ് കാര്യങ്ങൾ, ഇതാണ് ബെൽറ്റ് വരുന്നത്, ബാത്റൂമിൻ്റെ ബെൽറ്റ് വരുന്നത്. അതിനെ നിന്നും കണ്ട ഒരു ടൈൽ കനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടൈൽ കനം മാത്രമല്ല, നമുക്ക് പുറത്ത് വരുന്ന വെള്ളം കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഴുന്ന സമയത്ത് അത് ക്ലോസറ്റിലേക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ട്രാപ്പ് കൂടി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ട്രാപ്പ് കൂടി കൊടുത്താൽ ട്രാപ്പിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകും. അതല്ലെങ്കിൽ ക്ലോസറ്റിലേക്കായിരിക്കും കംപ്ലീറ്റ് വെള്ളം വന്ന് വീഴുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഔട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 4-5 പൈപ്പാണ് വന്നിരിക്കുന്നത്. 4-5 പൈപ്പ് നേരെ നമ്മുടെ ഈ പറയുന്ന 4-5, അതായത് നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ ഔട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു ടാപ്പാണ്. അത് ഇരിക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മുട്ടുകാലോ കാര്യങ്ങളൊന്നും തട്ടാത്ത രീതിയിലായിരിക്കണം ടാപ്പ് കൂടി കൊടുത്തിരിക്കുന്നത്. നമുക്ക് എഴുന്നേൽക്കുന്ന സമയത്തൊന്നും ടാപ്പ് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് ടാപ്പ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ക്ലോസറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് തിരിക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടിയും ഉള്ള ലെവലിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അതുമാത്രമല്ല, ഇനി വേണമെങ്കിൽ നമുക്ക് ഹെൽത്ത് ഹോസറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഹെൽത്ത് ഹോസറ്റിൻ്റെ ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഹെൽത്ത് ഹോസറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പോലെ ഹെൽത്ത് ഹോസറ്റ് കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു മോഡേൺ സെറ്റപ്പിലുള്ള ബാത്റൂമാക്കി നമുക്ക് ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള ഇന്ത്യൻ ക്ലോസറ്റ് പിടിപ്പിക്കുന്ന സമയത്ത് ഇന്ത്യൻ ക്ലോസറ്റിന് നമുക്ക് സാധാരണ പോലെ ഫ്ലഷ് വേണമെങ്കിൽ ഫ്ലഷ് കൂടി കൊടുക്കാം. യൂറോപ്യൻ ക്ലോസറ്റിന് കൊടുക്കുന്ന ഫ്ലഷ് പോലെ തന്നെ ഫ്ലഷ് കൊടുക്കാം. അപ്പം നമ്മുടെ ദേഹത്ത് തട്ടാത്ത രീതിയിൽ ആദ്യമേ ഉറപ്പിക്കണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടാപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അകലത്തിലാവാനും പാടില്ല, എന്നാൽ തൊട്ടടുത്ത് ആവാനും പാടില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽത്ത് ഹോസറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇത്രയാണ് നമ്മൾ ഒരു മോഡേൺ ലെവലിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too.